Divine Thoughts, a journey to the innermost recesses of our soul. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മംഗളവാർത്ത കാലത്തിലെ 3-ാം ഞായറാഴ്ചയായി ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലോകരക്ഷകനായ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ മാംദാനായുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണമാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്ക ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഏലീശ്വായിക്ക് പ്രസവ സമയം അടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുവിശേഷ ആരംഭത്തിൽ തന്നെ ഓസ്ലേം ദേവാലയത്തിൽ വെച്ച് സക്കറിയ പുരോഹിതന് ദൈവം നൽകിയിരുന്ന ആ ഉറപ്പ്, ആ വാഗ്ദാനം പൂർത്തിയാകുവാനുള്ള സമയമായി, കർത്താവിന് മുൻപേ പോയി വഴിയൊരുക്കുവാനുള്ളവന് ഈ ഭൂമിയിലേക്ക് ജനിക്കുവാനുള്ള സമയമായി, അതാണ് ഏലീശ്വായിക്ക് പ്രസവ സമയമായി എന്ന് പറയുമ്പോൾ ലൂക്ക ഉദ്ദേശിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിലെ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒറിജിൻ പറയും, എന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഇവിടെ പ്രകാശിതമാകുന്നത് എന്ന്. എപ്രകാരമാണ് ദൈവം മനുഷ്യദൃഷ്ടിയിൽ നിസ്സാരരെന്ന് കരുതപ്പെടുന്നവരെ തിരഞ്ഞെടുക്കുന്നതും അവഗണിക്കപ്പെട്ടിരുന്നവരെ ഉയർത്തി ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കുന്നതും എന്നുള്ളതിന് തെളിവ് കൂടിയാണിത്. വന്ധി എന്ന് കരുതപ്പെട്ടിരുന്ന, സമൂഹത്തിൽ അപമാനം അനുഭവിച്ച് ജീവിച്ചിരുന്ന ഏലീശ്വായിക്കാണ് വാർദ്ധക്യത്തിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനുള്ളവന് ജന്മം നൽകുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നത്. ഇതിന് സമാനമായ രംഗങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊരു രംഗമാണ് സൃഷ്ടിയുടെ പുസ്തകം, ആദ്യ പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ നിന്ന് സാറ ഇസഹാക്കിന് ജന്മം നൽകുന്ന ആ രംഗം അനുസ്മരിപ്പിച്ചുകൊണ്ട് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏലീശ്വായ്ക്കും സക്കറിയായ്ക്കും സമാനമായൊരവസ്ഥ തന്നെയായിരുന്നു പഴയ നിയമത്തിൽ സാറായ്ക്കും അബ്രാഹത്തിനും ഉണ്ടായിരുന്നത്. വാർദ്ധക്യത്തിലാണ്, മാനമായി യാതൊരു പ്രതീക്ഷയ്ക്കും അവസരമില്ലാതിരിക്കുകയാണ് സാറ ഇസഹാക്കിന് ജന്മം നൽകുന്നത്. അതിന് സമാനമായ രീതിയിലാണ് പുതിയ നിയമത്തിൽ ഇവിടെ അതേ രീതിയിൽ തന്നെ നീതിമാന്മാരായി ജീവിച്ചിരുന്ന, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിലൂടെ ചരിച്ചിരുന്ന സക്രിയായ്ക്കും ഏലീശ്വായ്ക്കുമാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഭാഗഭാഗിത്വം ലഭിക്കുന്നത്. ജനങ്ങളുടെ, ബന്ധുക്കളുടെയും അയൽവാസികളുടെയും എല്ലാം പ്രതികരണം സക്കറിയ ഏലീശ്വ ദമ്പതിമാരോട് ദൈവം വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മംഗളവാർത്തക്കാലം മുഴുവനും യഥാർത്ഥത്തിൽ ദൈവിക കാരുണ്യത്തിൻ്റെ പ്രവാഹത്തിൻ്റെ അനുസ്മരണമാണ്. അത് സക്കറിയായ്ക്ക് ലഭിക്കുന്ന, ദേവാലയത്തിൽ വെച്ച് ലഭിക്കുന്ന വാഗ്ദാനമാണെങ്കിലും, നസ്രത്തിൽ വെച്ച് മറിയത്തിന് ലഭിക്കുന്ന മംഗളവാർത്തയാണെങ്കിലും, ഇനി നമ്മൾ ഈ ദിവസങ്ങളിൽ അനുസ്മരിക്കുവാൻ പോകുന്ന മിശിഹായുടെ ജനനവാർത്തയാണെങ്കിലും എല്ലാം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ ആ പ്രകാശനമാണ് നമ്മൾ കാണുക. സക്കറിയായോടും ഏലീശ്വായോടും വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് അയൽക്കാരും പറയുമ്പോൾ അവരോട് മാത്രമല്ല, അവരിലൂടെ മനുഷ്യവർഗം മുഴുവനോടും ദൈവം വലിയ കാരുണ്യം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് യോഹന്നാനെ അയച്ചതെന്ന് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തുടർന്നു വരുന്ന വാക്യങ്ങളിൽ സക്കറിയയുടെ ഗീതത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വേണ്ടി ദാവീദിന്റെ ഭവനത്തിൽ രക്ഷയുടെ കൊമ്പ് ദൈവം ഉയർത്തിയത് പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണെന്ന് പറയുമ്പോൾ ഈ ദൈവിക വാഗ്ദാനങ്ങളെ സൂചിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ ഉടമ്പടിയെ സൂചിപ്പിക്കുവാനായിട്ട് സക്കറിയ പുരോഹിതൻ ഉപയോഗിക്കുന്നതും കാരുണ്യത്തിൻ്റെ ഭാഷയാണ്. ദൈവം തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുവെന്നാണ് സക്കറിയ പുരോഹിതനും പറയുന്നത്. പരിച്ഛേദന വേളയിൽ യോഹന്നാന് ഇടുന്ന പേര് തന്നെ, സക്കറിയ ഏലീശ്വമാരുടെ ശിശുവിനിടുന്ന പേര് തന്നെ, യോഹന്നാൻ എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് യാഹ്വേ, കർത്താവ് കാരുണ്യവാനാണ് എന്നാണല്ലോ. അവിടുന്ന് കാരുണ്യവാനാണ് എന്നുള്ളത് ലോകത്തിന് പ്രകാശിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളായിരുന്നു യോഹന്നാന്റെ ജനനവും അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ പ്രകാശനമാണ് ഈശോയുടെ മനുഷ്യാവതാരവും. ദൈവത്തിൻ്റെ കാരുണ്യം അത്ഭുതം പ്രവർത്തിക്കുന്ന, അത്ഭുതകരമായി ദൈവം തൻ്റെ കാരുണ്യം കൊണ്ട് മനുഷ്യചരിത്രത്തിൽ ഇടപെടുന്നതും മനുഷ്യനെ രക്ഷിക്കുന്നതുമായ ചരിത്രമാണ്. ആ കാരുണ്യത്തിൻ്റെ ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ
യാമപ്രാർത്ഥനകളിലും കുർബാനയിലുമൊക്കെ നമ്മൾ ദൈവമേ അങ്ങേക്ക് സ്വഭാവമായിരിക്കുന്നത് പോലെ അങ്ങേക്ക് സഹജമായിരിക്കുന്നത് പോലെ അങ്ങയുടെ സ്വഭാവത്തിനനുസരിച്ച് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പറയുന്നത്. കാരണം ദൈവത്തിന്റെ സ്വഭാവം ഈ കാരുണ്യത്തിൻ്റെതാണ്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, വാഗ്ദാനങ്ങൾ പാലിക്കുക തന്നെ ചെയ്യും. യോഹന്നാന് ശിശുവിന് പേരിടുമ്പോൾ മാനുഷികമായ ആ പാരമ്പര്യങ്ങളെ മറികടന്നുകൊണ്ടാണ്. കാരണം സക്രിയയുടെ ശിശുവിന് ലഭിക്കേണ്ടിയിരുന്ന പേര് സക്രിയയുടെ പേര് തന്നെയായിരുന്നു യഹൂദ രീതി അനുസരിച്ച്. ഇവിടെ ഇതാ ഒരു പുതിയ രീതിക്ക് രീതി ആരംഭിക്കുന്നു. മിശിഹായുടെ വരവോടുകൂടി, മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനുള്ള യോഹന്നാന്റെ വരവോടുകൂടി എന്നാണ് ഈ സംഭവം, ഈ പേരിടുന്ന സംഭവം തന്നെ സൂചിപ്പിക്കുന്നത്. ആ ഒരു പുതിയ ജീവിത രീതി ആരംഭിക്കുന്നതിൻ്റെ, ഒരു പുതിയ ധാർമ്മികതയുടെ ശൈലി ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇത് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണിത്. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ 2-ാമത്തെ വായനയിലെ യേശയ്യാ നബിയുടെ പുസ്തകം നമ്മൾ 40-ാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ബാബിലോണിൽ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനത്തോട് പ്രവാചകനായ യേശയ്യായിലൂടെ ദൈവം പറഞ്ഞു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. അപ്പോൾ ദൈവത്തിന്റെ ആ കാരുണ്യത്തിന്റെ പ്രകാശനമാണ് ആവർത്തിച്ചുള്ള ആ ആഹ്വാനം തന്നെ. ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. കാരണം ഇതാ അടിമത്തം അവസാനിച്ചിരിക്കുന്നു, തിന്മകളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, പാപങ്ങൾക്കുള്ള ശിക്ഷ ഇസ്രായേലിന് ലഭിച്ചു കഴിഞ്ഞുവെന്ന്. അതിന് തൊട്ട് പിന്നാലെയാണ് മരുഭൂമിയിൽ വഴിയൊരുക്കുവാനായിട്ടുള്ള ആ സ്വരത്തെക്കുറിച്ച് പറയുന്നത്. കർത്താവിന് വിശാലമായി വഴിയൊരുക്കുവാൻ, താഴ്വരകൾ നികത്തുവാനും മലകളും കുന്നുകളും താഴ്ത്തപ്പെടുവാനും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കാനും ദുർഘട സ്ഥലങ്ങൾ സമതലമാക്കുവാനുമൊക്കെ, അങ്ങനെ കർത്താവിന് വേണ്ടി വിശാലമായ ഒരു വീതി ഒരുക്കുവാനായിട്ട് വിളിച്ചു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്വരം അത് യോഹന്നാൻ മാംദാന തന്നെയാണ് എന്ന് സുവിശേഷകന്മാർ എല്ലാവരും തന്നെ യോഹന്നാനെ അവതരിപ്പിക്കുമ്പോൾ യേശയ്യാ നബിയ 40-ാം അധ്യായത്തിൽ പറഞ്ഞ ഈ വാഗ്ദാനമാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ആ സ്വരം, മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനുള്ള ആ ആഹ്വാനം. ബാബിലോണിന് വിപ്രവാസത്തിൽ നിന്നുള്ള വിമോചനത്തെക്കുറിച്ചാണ് യേശയ്യാ നബിയ പറഞ്ഞിരുന്നതെങ്കിൽ ലോകത്തെ മുഴുവനും വിമോചിപ്പിക്കുന്ന ഏകരക്ഷകനായ മിശിഹായുടെ വരവിനെ കുറിച്ചാണ് അറിയിച്ചുകൊണ്ടാണ് യൂദയ മരുഭൂമിയിൽ യോഹന്നാൻ മാംദാന പ്രത്യക്ഷപ്പെടുന്നത് എന്ന് സമവീക്ഷണ സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സ്വരം എപ്രകാരമാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം യോഹന്നാനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നത് എന്നും യോഹന്നാന്റെ ആഗമനത്തിൽ അപ്രകാരമാണ് ഈ വാഗ്ദാനങ്ങൾ നിറവേറിയതെന്നുമൊക്കെയാണ് അവിടെ ഈ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശയ്യാ നബിയ പറഞ്ഞു, കർത്താവിന്റെ മഹത്വം ഇതാ വെളിപ്പെടാൻ പോകുന്നു. ആ കർത്താവിന്റെ മഹത്വം അന്ന് ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിലൂടെയായിരുന്നെങ്കിൽ ഇവിടെ ഇതാ മനുഷ്യവർഗം മുഴുവനുമുള്ള വിമോചനമായിട്ട് അവതരിക്കാൻ പോകുന്ന മിശിഹായിലാണ്, ദൈവത്തിന്റെ വചനം മനുഷ്യനാകുന്നതിലാണ് കർത്താവിന്റെ മഹത്വം വെളിവാകാൻ പോകുന്നത്. അത് മനുഷ്യരെല്ലാവരും ദർശിക്കുമെന്ന് പറയുമ്പോൾ സാർവത്രികതയാണ്, മിശിഹായിലൂടെ സംലഭ്യമാകുന്ന രക്ഷയുടെ സാർവത്രികതയാണ് അവിടെ യേശയ്യാ നബിയ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് മലമുകളിൽ കയറി വിളിച്ചു പറയുവിൻ, സുവിശേഷം അറിയിക്കാനാണ് പറയുന്നത്. മലമുകളിൽ കയറി ആദിമ സഭയിലെ ദൈവശാസ്ത്രനായിരുന്ന ഒറിജിൻ പറയും, ഈ മലമുകളിൽ സൂചിപ്പിക്കുന്നത് തിരുസഭയെ തന്നെയാണ്. മലമുകളിൽ കയറി സുവിശേഷം പ്രഘോഷിക്കാൻ പറയുമ്പോൾ സഭയില് സുവിശേഷം പ്രഘോഷിക്കുവാനാണ്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പ തന്നെ പറഞ്ഞല്ലോ, ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കുകയാണ് എൻ്റെ ദൗത്യമെന്ന്. പത്രോസ് ലീഹായുടെ ഇന്നത്തെ പിൻഗാമിയായ ലയോ മാർപ്പാപ്പ ഇത് പറയുമ്പോൾ തുർക്കിയിൽ പോകുമ്പോൾ പോലും മിശിഹായാണ് ഏകരക്ഷകൻ എന്ന് പറയുവാനുള്ള ആ ധൈര്യം കാണിക്കുമ്പോൾ, പ്രവാചകനായി അല്ലെങ്കിൽ ഒരു നല്ല പ്രഘോഷകനായി മിശിഹായെ കാണുന്നത് തെറ്റാണ്. അവിടുന്ന് ലോകം മുഴുവൻ്റെയും രക്ഷകനാണ്, ഇന്നും എല്ലാവരെയും രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുന്ന, രക്ഷിക്കുവാൻ സാധിക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ് എന്ന് പറയുമ്പോൾ മലമുകളിൽ കയറി നിന്ന് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ആ നിവ്യായുടെ പ്രവചനം സ്ലീഹന്മാർ പൂർത്തിയാക്കിയ ആ പ്രവചനം തന്നെയാണ് ഇന്നത്തെ പത്രോസിന്റെ പിൻഗാമിയായ ലയോ മാർപ്പാപ്പായും തുടരുന്നത്. എന്താണ് കർത്താവ് ശക്തിയോടെ വരുന്ന കർത്താവ് എന്താണ് ചെയ്യുന്നതെന്നും യേശയ്യാ നബി അവിടെ പറയുന്നുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഈശോ സ്വയം നല്ല ഇടയനായിട്ടാണല്ലോ അവതരിപ്പിക്കുന്നത്. ഈ ഇടയനെ കുറിച്ച്, ആട്ടിൻകൂട്ടത്തെ ചേർത്ത് നിർത്തുന്ന, ഒരാട് പോലും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്ന
നല്ല ഇടയനായ ഈശോയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു ഇത് എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതേക്കുറിച്ച് തന്നെയാണ് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിലും പറയുന്നത്. എപ്രകാരമാണ് സാറായെയും അബ്രാഹത്തെയും ദൈവം വിളിച്ചത്, എപ്രകാരമാണ് എലീശുവായെയും സക്കറിയായെയും ദൈവത്തിലേക്ക് ഉൾച്ചേർത്തത്, അതിന്റെ വിശദീകരണമാണ്, ദൈവശാസ്ത്രപരമായ വിശദീകരണമാണ് പൗലോസ് ശ്ലീഹ നൽകുന്നത്. ലോകദൃഷ്ടിയിൽ ഒന്നുമല്ലാതിരുന്നവരെ ലൗകിക മാനദണ്ഡമനുസരിച്ച് ബുദ്ധിയുള്ളവരെ അല്ല, ശക്തിയുള്ളവരെ അല്ല, കുലീനരെ അല്ല ദൈവം വിളിക്കുന്നത്. നിസാരരായിരുന്നവര്, ബൗദ്ധികമായി പിന്നോക്കം നിൽക്കണമെന്ന് കരുതിയിരുന്നവർ, ലൗകിക മാനദണ്ഡമനുസരിച്ച് ഒന്നുമല്ലാതിരുന്നവർ, നിസാരരായിരുന്നവരെയാണ് ദൈവം ഉയർത്തുന്നത്. അതിന് തെളിവായിരുന്നു എലീശുവായുടെയും സക്കറിയായുടെയും ഈ തിരഞ്ഞെടുപ്പ് തന്നെ. ദൈവിക പദ്ധതിയിൽ അവർക്ക് ലഭിച്ച ആ സ്ഥാനം തന്നെ എന്തിനു വേണ്ടിയാണ് എന്നും പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവിക കാരുണ്യമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. സക്കറിയ തൻ്റെ ശിശുവിൻ്റെ പരിച്ഛേദനത്തിൻ്റെ വേളയിൽ ശിശുവിന് നാമകരണം നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തിന് നാവ് സ്വതന്ത്രമാവുന്നു. 9 മാസങ്ങളായിട്ട് ബന്ധിതമായിരുന്ന ആ നാവ് സ്വതന്ത്രമാവുകയും അദ്ദേഹത്തിന് സംസാരശേഷി വീണ്ടും കിട്ടുകയും ചെയ്യുമ്പോൾ സക്കറിയ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ ദൈവസ്തുതിപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ എന്തിലായിരിക്കണം എന്ന് പൗലോസ് പറഞ്ഞത് തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ തിരുമുൻപിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടി. കാരണം മനുഷ്യൻ വെറും ജഡമാണ്, അവൻ തൃണമാണ്, പുല്ലാണ്, ഇന്നലെ ഇരിഞ്ഞെന്ന് കരിഞ്ഞു പോകുന്ന പുല്ല് പോലെയാണ്, നിലനിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ വായിക്കുന്നത് യേശയ്യാ നബിയായിൽ. ആ വചനമാണ് മനുഷ്യനായി അവതരിച്ചത്, നമ്മുടെ ഇടയിൽ രക്ഷകനായി വന്നതും നമ്മെ രക്ഷിക്കുന്നതും കാരുണ്യത്തിൻ്റെ പ്രകാശനമായിട്ട് നമ്മെ നയിക്കുന്നതുമെല്ലാം. യോഹന്നാന്റെ ജനനവേളയിൽ, പരിച്ഛേദന വേളയിൽ സഖറിയ ആലപിക്കുന്ന മനോഹരമായ ഗീതമാണ് 1-ാം അധ്യായത്തിൽ 68 മുതൽ 79 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവിടെ സഖറിയായ്ക്ക് പ്രഘോഷിക്കാനുള്ളത് രക്ഷകനെ ദൈവം അയച്ചിരിക്കുന്നതിൻ്റെ സൂചനയാണ്, അതിനുള്ള ഉറപ്പാണ് യോഹന്നാന്റെ ജനനമെന്നാണ്. അപ്പോൾ യോഹന്നാനിലേക്കല്ല സഖറിയയുടെ ശ്രദ്ധ, മറിച്ച് യോഹന്നാൻ ആർക്കു വേണ്ടി വഴിയൊരുക്കാൻ വന്നുവോ ആ മിശിഹായെക്കുറിച്ചാണ് ദീർഘമായ ആ ഗീതത്തിലൂടെ സഖറിയ പുരോഹിതൻ ദൈവത്തെ പ്രഘോഷിക്കുന്നത്. അവിടെ ദൈവസന്നിധിയിൽ മനുഷ്യനല്ല, തൻ്റെ നീതി കൊണ്ടല്ല, തൻ്റെ ജീവിത വിശുദ്ധ, ദൈവത്തിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് ഇതിനെല്ലാം കാരണമെന്നും സഖറിയ ഏറ്റു പറയുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷകൻ യോഹന്നാൻ, ശിശുവായ യോഹന്നാനെ കുറിച്ച് പറയുന്നൊരു വാചകം ഏറെ ശ്രദ്ധേയമാണ്. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഇതിലും മനോഹരമായിട്ട് ദൈവപരിപാലനയെ സൂചിപ്പിക്കുവാൻ പറ്റിയൊരു പ്രയോഗമില്ല. കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടെങ്കിൽ, അവിടുത്തെ പരിപാലനയുടെ കരത്തിന് കീഴിലാണ് നമ്മൾ ചരിക്കുന്നത് എങ്കിൽ അതിലും വലിയൊരു സംരക്ഷണമോ പ്രൊട്ടക്ഷനോ നമുക്ക് ഉണ്ടാകാനില്ല. അത്യുന്നതന്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നുവെന്ന് സങ്കീർത്തകൻ പറയുന്ന ആ അനുഗ്രഹം തന്നെയാണ്. കർത്താവെ, അങ്ങയുടെ കരത്തിന്റെ പരിപാലനയുടെ കരത്തിന് കീഴിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ഏറ്റുപറയുന്നത് തന്നെയാണ് ഇവിടെ യോഹന്നാൻ മാംദാനായ്ക്ക് ലഭിച്ചിരുന്നതും. കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ഈ കരം, ഈ സംരക്ഷിക്കുന്ന കരത്തിന്റെ പ്രകാശനമായിരുന്നു യഥാർത്ഥത്തിൽ മനുഷ്യനായി അവതരിച്ച ഈശോ. ദൈവിക കരം, കരുണയുടെ കരം നമ്മുടെ മേൽ നീട്ടിയത് മനുഷ്യവർഗം മുഴുവൻ്റെയും മേൽ അവിടുന്ന് അനുഗ്രഹിച്ചുകൊണ്ട് വിടർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കരത്തിന് കീഴിലാണ് നമ്മൾ. അവിടത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ, ആ കരുണയെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ, അവിടുന്ന് യോഹന്നാൻ മാംദാനയിലൂടെയും തൻ്റെ തന്നെ അധരത്തിലൂടെയും സ്ലീഹന്മാരിലൂടെയും എല്ലാം പ്രഘോഷിച്ച ആ സുവിശേഷാനുസൃതം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുമ്പോൾ, നിശ്ചയമായും എന്തിനു വേണ്ടി ദൈവത്തിന്റെ വചനമായി അവിടുന്ന് മനുഷ്യനായി അവതരിച്ചുവോ, എന്തിനു വേണ്ടി അവിടുന്ന് കാരുണ്യം നമ്മോട് പ്രകാശിപ്പിക്കുന്നുവോ, ആ കാരുണ്യത്തിന് നമ്മളും പാത്രീഭൂതരാകും. അങ്ങനെ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ രക്ഷ, ലോകം മുഴുവനും രക്ഷ പ്രാപിക്കണം, സുവിശേഷം അറിയണമെന്നുള്ള, ദൈവത്തിന്റെ മക്കളായി തീരണം, ദൈവിക സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെന്നുള്ള, ദൈവിക ഭവനത്തിൽ ജീവിക്കണമെന്നുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അങ്ങനെ ഈ മംഗളവാർത്ത കാലത്തിന്റെ ഈ ദിവസങ്ങൾ ദൈവിക കരുണയുടെ പരിപാലനത്തിന് കീഴിൽ ജീവിക്കുവാനും, അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുവാനും, അവിടുത്തെ വചനം നമ്മുടെ വഴിയിൽ പ്രകാശമായിട്ട് പാതയ്ക്ക് വിളക്കായിട്ട് പരിണമിക്കുവാനും ഇടയാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.